യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമുക്ക് ആദ്യമായിട്ടൊന്ന് വായിക്കാം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1:4. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഞാൻ അവിടുന്ന് ആ വാക്യത്തിലെ ഒരു കാര്യം ഒന്ന് എടുത്തു പറയട്ടെ. നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകുക. യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് നമുക്കറിയാം നല്ലതുപോലെ. യാക്കോബിന്റെ ലേഖനം വിശ്വാസം പ്രവൃത്തിയിൽ എന്നുള്ള ഒരു വിഷയം വിശദീകരിക്കുന്ന ലേഖനമാണ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും അത് ശരിയാണ്. റോമാലേഖനവും യാക്കോബിന്റെ ലേഖനവും തമ്മിൽ ഒരുപക്ഷെ ഒരു വൈരുദ്ധ്യം പോലെ നമുക്ക് തോന്നാം. എന്നാൽ വൈരുദ്ധ്യമല്ല എന്നുള്ളത് അതിന്റെ പഠനത്തിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നീതീകരണം വിശ്വാസത്താൽ എന്ന് റോമാലേഖനം പഠിപ്പിക്കുന്നു. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ മുമ്പോട്ടുള്ള പല ഭാഗങ്ങളും നമ്മൾ വായിച്ചു നോക്കിയാൽ പ്രവൃത്തിയാലല്ലോ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എന്നൊക്കെ പറയുന്നത് കൊണ്ട് നീതീകരണം പ്രവൃത്തിയാലാണെന്ന് തോന്നും. അപ്പൊ അതൊരു കോൺട്രഡിക്ഷൻ പോലെ നമുക്ക് തോന്നാം. And the book of Romans we see that the justification is by faith. But in this epistle James, it seems that the justification is by deeds. നമുക്ക് തോന്നാം. എന്നാൽ അത് ശരിയായ ഒരു പഠനം നടത്തിയാൽ നമുക്കറിയാം റോമാലേഖനം പഠിപ്പിക്കുന്ന നീതീകരണം എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. അത് ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടുന്ന കാര്യമാണ്. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിലെ നീതീകരണം എന്ന് പറയുന്നത് പ്രവൃത്തിയാൽ മറ്റുള്ളവരുടെ മുൻപാകെ ലോകത്തിന്റെ മുൻപിൽ നാം നീതീകരിക്കപ്പെടുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസം പ്രവൃത്തിയിൽ കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് യാക്കോബിന്റെ ലേഖനത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണമെന്ന് റോമാലേഖനം പഠിപ്പിക്കുന്നത് ദൈവം മുമ്പാകെയുള്ള നീതീകരണവും പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് യാക്കോബിന്റെ ലേഖനം പറയുന്നത് ലോകത്തിന്റെ മുമ്പാകെയുള്ള നീതീകരണവുമാണ്. അപ്പൊ അത് രണ്ടും കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല, പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുക. വിശ്വാസത്താൽ ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ടവര് ആ വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ മുമ്പിലും നീതീകരിക്കപ്പെട്ടവരായി തുടരണം എന്നുള്ള ആശയം. അപ്പോൾ പരസ്പരം ബന്ധപ്പെട്ട ലേഖനങ്ങളായിട്ട് തന്നെയാണ് റോമാലേഖനത്തെയും യാക്കോബിന്റെ ലേഖനത്തെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് നമ്മളോട് പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താ വിഷയം? വിശ്വാസം പ്രവൃത്തിയിൽ. ശരിയാണ്. വേറൊരു വിഷയം, ചിലപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചില പ്രത്യേക കാഴ്ചപ്പാടിൽ ചില പ്രത്യേക വിഷയത്തിലൂന്നി പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ വേറൊരു നിലയിൽ പഠിച്ചാൽ യാക്കോബിന്റെ ലേഖനത്തെ നമുക്ക് ഇങ്ങനെ വേണേൽ പറയാം, പരീക്ഷകളും പരിശോധനകളും വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് ആ വിഷയവും ശരിക്കും പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. എന്നാൽ ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും യാക്കോബ് ഈ ലേഖനം എഴുതിയപ്പോൾ അത് കിട്ടിയ വിശ്വാസികളെ കുറിച്ച് എന്താ ആഗ്രഹിച്ചത്, അതാണ് ആ പുസ്തകത്തിന്റെ തീം എന്ന് പറയുന്നത്. യാക്കോബിന്റെ ലേഖനത്തിന്റെ പ്രധാന തീം എന്ന് പറയുന്നത് ഈ എഴുത്തുകാരൻ എന്താ ആഗ്രഹിച്ചത്. വിശ്വാസം പ്രവൃത്തിയിൽ വേണമെന്നുള്ളത് ആഗ്രഹിച്ചു. പരീക്ഷയും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളത് പഠിപ്പിച്ചു. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഇതിനകത്ത് എഴുതുമ്പോഴും ഇതെഴുതി കൊടുക്കുമ്പോൾ യാക്കോബിന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാന പ്രബോധനം എന്താ? അതാണ് നമ്മൾ ഇപ്പൊ വായിച്ച 4-ാമത്തെ വാക്യം. എന്താ അവിടെ പറയുന്നത്? നിങ്ങൾ തികഞ്ഞവരും, 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന്. അപ്പൊ എന്തായിരുന്നു യാക്കോബിന്റെ ലേഖനത്തിലൂടെ യാക്കോബ് നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്? തികഞ്ഞവരും സമ്പൂർണരുമാകുക എന്നുള്ളതാണ്. ഇത് നമ്മൾ മലയാളത്തിൽ തികഞ്ഞവരും സമ്പൂർണരുമാകുക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പല വെർഷൻസ് ഉണ്ടല്ലോ. അതൊക്കെ മാറി മാറി നമ്മൾ നോക്കിയാൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ, ന്യൂ കിങ് ജെയിംസ് വേർഷൻ, ഈ വേർഷൻസിലൊക്കെ നമ്മൾ നോക്കിയാൽ ആ തികഞ്ഞവരും സമ്പൂർണരും എന്നുള്ളതിന് ബി പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വെർഷനാണ്, സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നതാണ് NIV. NIVയിൽ ഈ വാക്ക് എഴുതിയിരിക്കുന്നത് ബി മച്യൂർ ആൻഡ് കംപ്ലീറ്റ് എന്നാണ്. തികഞ്ഞവരും സമ്പൂർണരുമാകുക എന്നുള്ളതിന്, ആ തികഞ്ഞവർ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബി മച്യൂർ എന്നാണ്. ഇത് യാക്കോബിന്റെ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, ബി മച്യൂർ. അങ്ങനെയാണെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിലൂടെ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധനം എന്താ?
ബി മച്യൂർ. ആ സ്പിരിച്വൽ മച്യൂരിറ്റി എന്നുള്ളതാണ് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ ആത്മീയ പക്വതയുള്ളവരാകേണ്ടതിന് ഞാൻ ഇതൊക്കെ എഴുതുന്നു. ആ നിലയിലാണ് ഈ ലേഖനത്തെ നമുക്ക് തന്നിട്ടുള്ളത്. ഇത് യാക്കോബിന്റെ ലേഖനത്തിൽ മാത്രമല്ല, നമ്മൾ എബ്രായ ലേഖനം വായിച്ചാലും എബ്രായ ലേഖനത്തിലും സ്പിരിച്വൽ മച്യൂരിറ്റിയെ കുറിച്ചാണ് വളരെയേറെ വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ ചില ആഴ്ചകളായിട്ട് ഈ വിഷയമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സ്പിരിച്വൽ മച്യൂരിറ്റി അത് യാക്കോബിന്റെ ലേഖനത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു ക്യാമ്പിൽ ഈ വിഷയമായിരുന്നു എനിക്ക് 5-6 ക്ലാസ് എടുക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. ഞാൻ ആ പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരുന്ന ദിവസങ്ങളിലാണ് വായിച്ചാൽ 1-2 ആഴ്ച ആത്മീയ പക്വത എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെട്ട് തന്നെ ചില വിഷയങ്ങൾ ഇവിടെ എടുത്തത്. ഞാൻ ആ പഠനം നടത്തിക്കൊണ്ടിരുന്ന സമയമായതുകൊണ്ട് എൻ്റെ പഠനത്തിൽ വായിച്ചാൻ എടുത്ത ആ മെസ്സേജിലെ പല കാര്യങ്ങളും വളരെ സഹായകരമായിട്ട് അനുഭവപ്പെട്ടു. എൻ്റെ പഠനത്തോട് ചേർക്കാനും അത് ആ വിഷയത്തെ ഒന്നുകൂടൊന്ന് പുഷ്ടിപ്പെടുത്താനും അത് വളരെ സഹായകരമായി തീർന്നു. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിലൂടെയാണ് ആ വിഷയം ഞാൻ പ്രധാനമായിട്ട് പ്രിപ്പയർ ചെയ്തത്. അപ്പം യാക്കോബിന്റെ ലേഖനം മാത്രമല്ല, എബ്രായ ലേഖനത്തിലും നമ്മൾ നോക്കിയാൽ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമ്മൾ വിട്ടുകളയേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 6-ാം അധ്യായം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് വിട്ടുകളയേണ്ട ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് ഞാൻ എടുത്ത് വിശദീകരിക്കുന്നില്ല. എന്നാൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് നാം പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ആ വാക്യം ആരുടെയെങ്കിലും കയ്യിൽ NIV ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാണ്. സോറി, അത് ESV ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: ലെറ്റ് us go on to the maturity. പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പക്വതയിലേക്ക് പോകാം എന്നുള്ള വാക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എബ്രായ ലേഖനത്തിലും യാക്കോബിന്റെ ലേഖനത്തിലുമൊക്കെ പരിജ്ഞാന പൂർത്തി എന്നോ അല്ലെങ്കിൽ പെർഫെക്ഷൻ എന്നോ ഒക്കെയുള്ള പല വാക്കുകൾ ഉപയോഗിച്ച്, തികഞ്ഞവരെന്ന് ഒക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഏതർത്ഥത്തിലാണെന്നുള്ളത് ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഏതർത്ഥത്തിലാണ്? ആത്മീക പക്വത എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്, ഞാൻ തന്നെ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുമുള്ളതാണ്, ആത്മീക വളർച്ച എന്ന് പറയുന്ന വിഷയം. അതും പൗലോസിന്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പരസ്പരം ബന്ധമുണ്ട് ആത്മീയ വളർച്ചയും ആത്മീയ പക്വതയും. ചിലപ്പോൾ അത് നമുക്ക് മാറി മാറി ഉപയോഗിക്കുകയും ചെയ്യാം. ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകൾ ഇങ്ങനെ മാറി മാറി അതിന്റെ അർത്ഥം ഉപയോഗിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത് രണ്ടും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ആത്മീയ വളർച്ചയും ആത്മീയ പക്വതയും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ തന്നെ പറയുന്നത് ആത്മീയ വളർച്ച കേവലം വളരുക എന്നുള്ളതല്ല ദൈവം തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യാക്കോബി ലേഖനം എഴുതിയപ്പോഴും ആത്മീയമായി വളരണമെന്നുള്ള കേവലം ഒരു നിർദ്ദേശമല്ല തരുന്നത്. പിന്നെ എങ്ങനെ വളരണമെന്നാണ്? ആത്മീക പക്വതയിൽ വളരണമെന്നുള്ളതാണ്. വളർച്ചയും പക്വതയും ഒന്നാണ്. സ്പിരിച്വൽ മച്യൂരിറ്റിയും സ്പിരിച്വൽ ഗ്രോത്തും രണ്ടും ഒന്നാണോ? രണ്ടും ഒന്നല്ല. ഞാനത് ഇങ്ങനെ പറയട്ടെ, വളർച്ച ഉണ്ടെങ്കിലും പക്വത ഇല്ലാതെ വരാം, അല്ലേ? നമ്മൾ ചിലപ്പോൾ ചിലരെ കുറിച്ചൊക്കെ പറയുള്ളൂ, പുള്ളിക്ക് പ്രായത്തിനൊത്ത പക്വതയില്ല. പ്രായം ഉണ്ട്, പക്ഷേ പുള്ളിയുടെ സംസാരവും ഇടപെടലുകളും ഒക്കെ നോക്കിയാൽ അതിനനുസരിച്ചുള്ള പക്വതയില്ല. ചിലപ്പോൾ അധികം പ്രായമായില്ലേ പോലും അങ്ങനെയുള്ള ചില ചെറുപ്പക്കാരെ കണ്ടുവച്ച് പറയും, പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയുണ്ട് ആളിന്. അപ്പൊ അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ആ വളർച്ചയുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ പറയുന്നത്. പിന്നെയോ ആ ആളിന്റെ സ്വഭാവത്തിന്റെ, അദ്ദേഹത്തിന്റെ ഇടപെടലുകളുടെ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളുടെ, അദ്ദേഹത്തിന്റെ അറിവിന്റെ, ശുശ്രൂഷകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ, പലതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തിയിട്ട് ഇങ്ങനെ പറയും പക്വതയുണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ പറയട്ടെ, വളർച്ച ഉണ്ടെങ്കിലും പക്വത ഇല്ലാതെ വരാം. ശരിയല്ല ഞാൻ പറയുന്നത്? വളർച്ചയുണ്ട്, പക്ഷേ എന്തില്ല? പക്വതയില്ല.
യാക്കോബി ലേഖനത്തിൽ പ്രധാനമായിട്ട് തരുന്ന നിർദ്ദേശം എന്താണെന്നറിയാമോ? ഇതൊക്കെ എഴുതുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങൾ ആത്മീയമായി വളരുവാൻ അല്ല. പിന്നെ എന്തിനു വേണ്ടിയാ? ആത്മീയമായി പക്വതയിൽ വളരുവാൻ വേണ്ടിയാ. അതിന് ഏറ്റവും കൂടുതൽ എബ്രായ ലേഖനത്തിലും യാക്കോബിന്റെ ലേഖനത്തിലും നമ്മുടെ മലയാള ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തികഞ്ഞവരാകുക എന്നുള്ള വാക്കാണ്. വേറെ ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, പരിജ്ഞാനപൂർത്തി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ പ്രാവശ്യവും ഈ രണ്ട് ലേഖനങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ തികഞ്ഞവരാകണം എന്നുള്ളതാണ്. അതാണ് യാക്കോബിന്റെ ലേഖനത്തിലൂടെ നമുക്ക് നൽകുന്ന നിർദ്ദേശം. യാക്കോബിന്റെ ലേഖനത്തിലെ ഓരോ അധ്യായങ്ങളും നമ്മൾ വായിച്ച് ഒരുപക്ഷെ പിന്നാലെ ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ ആ അധ്യായങ്ങളിലൂടെ ആത്മീയ പക്വതയുടെ ചില ലക്ഷണങ്ങൾ നമുക്ക് ചിന്തിക്കാം. അത് ഓരോന്നോരോന്നായി ഓരോ അധ്യായത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മീയ പക്വതയുള്ള ഒരു വ്യക്തി പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ നേരിടും? ആത്മീയ പക്വതയുള്ള വ്യക്തി സമ്പത്ത് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ആത്മീയ പക്വതയുള്ള ഒരു വ്യക്തി ആളുകളെ കാണുമ്പോൾ എങ്ങനെ ഇടപെടും? മുമ്പോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, ദരിദ്രരും സമ്പന്നരും വന്നാൽ നിങ്ങൾ എങ്ങനെ ഇടപെടും? മുഖപക്ഷം കാണിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആത്മീയ പക്വതയുടെ ലക്ഷണങ്ങളാണ് യാക്കോബിന്റെ ലേഖനത്തിലെ ഓരോ അധ്യായങ്ങളിലായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പം പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ പറയട്ടെ, യാക്കോബിന്റെ ലേഖനത്തിന്റെ പ്രബോധനം എന്ന് പറയുന്നത് സ്പിരിച്വൽ മച്യൂരിറ്റി എന്നുള്ളതാണ്. ബി മച്യൂർ, പക്വതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഇത് യാക്കോബ് എഴുതിയത് ദൈവാത്മാവിലാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹവും എന്ത് തന്നെയാണ്? നമ്മൾ കുറെ അറിവ് പ്രാപിച്ചു വളർന്നു വരിക, കുറെ ശുശ്രൂഷകൾ ചെയ്യുക. ഇതിലെല്ലാം അപ്പുറത്ത് എങ്ങനെ വേണം വളരുവാൻ? വളർച്ചയിൽ എന്തുണ്ടായിരിക്കണം? ആ വളർച്ചയിൽ ആത്മീക പക്വതയുണ്ടായിരിക്കണം. ഞാൻ ഈ വിഷയം സംബന്ധിച്ച് ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇതിന്റെ പഠനത്തിന് സഹായകരമായിട്ട് പല പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ വളരെ നിസാരമായ ചില ഉദാഹരണങ്ങളിലൂടെയാണ് ആ പുസ്തകത്തിൽ ആ ദൈവദാസൻ അതിന്റെ ഓരോ വിശദീകരണവും തന്നിട്ടുള്ളത്. അദ്ദേഹം ഈ ആത്മീയ പക്വതയെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ച ഒരു ഉദാഹരണം സാധാരണ കൊച്ചു പിള്ളേരോട് പറയുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണമാണ്. എന്നാലും അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: അല്പം ഉയർന്ന ഒരു സ്ഥലത്തോട്ട് കയറണമെങ്കിൽ, ഒരു കെട്ടിടത്തിന്റെ മുകളിലോട്ട് കയറണമെങ്കിൽ സ്റ്റെപ്സ് ഒന്നുമില്ല. നമ്മൾ എന്തിനെ ആശ്രയിക്കും? വളരണം. മുകളിലോട്ട് പോകണമെങ്കിൽ ഒരു ലാഡർ വേണം, ഒരു ഏണി വേണം. അപ്പൊ ഒരു ഏണി എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് അത് വെച്ചാ കയറുന്നത്. അത് വളരാനാണ്, മുകളിലോട്ട് പോകാനാണ്. അത് വളർച്ചയെ സൂചിപ്പിക്കുന്നു. എന്നാൽ അദ്ദേഹം പിന്നീട് അതേക്കുറിച്ച് പറയുകയാണ്, ഈ ഏണി സംഘടിപ്പിച്ച് എവിടെയും എങ്ങനെയും വെച്ച് കയറുകയല്ല, അത് മറിഞ്ഞു പോകാതെ ചെരിഞ്ഞു പോകാതെ കൃത്യമായിട്ട് അത് എവിടെ വെക്കണമെന്നുള്ളത് നോക്കി മനസ്സിലാക്കി അത് ശരിക്ക് വെച്ച് കയറുന്നതിനെയാണ് എന്ത് പറയുന്നത്? പക്വത എന്ന് പറയുന്നത്. അല്ലേ? നമ്മൾ സാധാരണ ഒരു ചെല്ലിങ്ങനെ കേൾക്കുന്നുണ്ട്, കാള വെറ്റെന്ന് കേട്ടാൽ അന്നേരെ കയറെടുക്കുക. ആവശ്യമുണ്ടോ? കാള വെറുന്നുണ്ടോ? ഇല്ല. കാള വെറ്റെന്ന കേട്ടത് അന്നേരെ ആ കുഞ്ഞിനെ കെട്ടാനായിട്ടൊരു കയറും കൊണ്ട് ഓടുക. കയറ് വേണം. ഒരു പ്രസവം നടന്നാൽ, പശുവിന്റെ ഒരു പ്രസവം നടന്നാൽ ഒരു കയറിന്റെ ആവശ്യമുണ്ടെന്നറിയാം. കേട്ട വാതി കയറിന് വേണ്ടി ഓടി. അത്രയും വിവരമുണ്ട്, അത്രയും അറിവുണ്ട്. പക്ഷെ എന്ത് പറ്റുന്ന ഇവിടെ കേട്ടത്? കാളയാ. അതെന്താ ശ്രദ്ധിക്കാഞ്ഞത്? അവിടെയാണ് പക്വത. മുകളിലോട്ട് കയറാൻ ലാഡർ ഉപയോഗിക്കണമെന്നുള്ള അറിവുണ്ട്, പക്ഷേ അത് കൊണ്ടുവന്നിട്ട് ഇത് എവിടെയാ വെക്കേണ്ടത്, ഇത് എങ്ങനെ വെക്കേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി ചെരിഞ്ഞു പോകാതെ മറിഞ്ഞു പോകാതെ സൂക്ഷിച്ച് അങ്ങ് ചെല്ലത്തക്ക നിലയിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമോ അതാണ് പക്വതയോടുകൂടി അത് ഉപയോഗിക്കുക. ഇത് ചെറിയൊരു ദൃഷ്ടാന്തം. ആത്മീയ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. ആത്മീയമായി വളരണമെന്ന് നമുക്കറിയാം, പക്ഷെ ആ വളർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അതാണ് യാക്കോബിന്റെ ലേഖനം മുഴുവൻ മുമ്പോട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെ വേണം വളരാൻ? ഞാനത് ഇങ്ങനെ പറയട്ടെ, ഫോർ ദ പ്രോപ്പർ സ്പിരിച്വൽ ഗ്രോത്ത് സ്പിരിച്വൽ മെച്യൂരിറ്റി ഈസ് നെസസറി. ശരിയായ ആത്മീയ വളർച്ചയ്ക്ക് എന്ത് വേണം? ആത്മീക പക്വത അത്യാവശ്യമാണ്. നമ്മൾ ദൈവവചനത്തിലൂടെ ശ്രദ്ധിച്ചാൽ ഈ ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ദൈവവചനം തന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാം. സത്യം അറിയാൻ, സുവിശേഷം അറിയുവാൻ, കർത്താവിനെ അറിയുവാൻ, ദൈവത്തെ മനസ്സിലാക്കാൻ, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്നും ആയുമില്ലാത്ത പാൽ കുടിപ്പിൻ, ഇതെല്ലാം പറയുന്നുണ്ട്. എന്നാൽ തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ചാൽ ഇത് എന്തിനു വേണ്ടിയാ തന്നതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാ?
ആരെങ്കിലും ഒന്നെടുത്ത് വായിക്കാമോ? 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 16. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എന്ന് പറഞ്ഞ് ദൈവശ്വാസീയമായ തിരുവെഴുത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശ്രദ്ധിച്ചോണം. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വകഭാവിച്ച് തികഞ്ഞവനാകേണ്ടതിന്, ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യസനത്തിന്, എല്ലാറ്റിനും പ്രയോജനമുള്ളതാണ്. എല്ലാത്തിനും പ്രയോജനമുള്ള ദൈവശ്വാസീയമായ ഈ തിരുവെഴുത്ത് എന്തിനാ തന്നിരിക്കുന്നത്? എന്തിനാന്ന് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് to become mature, പക്വതയുള്ളവരായി തീരാനാണ്. അതിനാ ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുക. ഇത് പൗലോസ് തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാക്യങ്ങളൊക്കെ ബാബുച്ചായൻ തന്റെ സന്ദേശത്തിൽ ഇവിടെ പറഞ്ഞതാണ്. ഈ വിഷയം പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകം അത് നോട്ട് ചെയ്യുകയും അതിനോട് ആഡ് ചെയ്യുകയും ചെയ്യാനായിട്ടിടയായി. കൊലോസ്യ 1:28 പൗലോസ് തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുക. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. ഞങ്ങൾ എന്തിനാ ഏത് മനുഷ്യനോടും പ്രബോധിപ്പിക്കുന്നത്? ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഞങ്ങൾ ഉപദേശിക്കുകയും ചെയ്യുന്നു. പൗലോസ് പറയാ, ഞങ്ങൾ എല്ലാരോടും പ്രബോധിപ്പിക്കും, ഞങ്ങൾ എല്ലാരോടും ഉപദേശിക്കും. എന്തിനു വേണ്ടിയാ? ഏതു മനുഷ്യനും ക്രിസ്തുവിൽ മച്ചുറായിട്ട് നിൽക്കുന്നതിന് വേണ്ടി, തികഞ്ഞവനായിട്ട് നിൽക്കുന്നതിന് വേണ്ടി. എന്തിന് തിരുവെഴുത്ത് തന്നത്? ഫോർ ദ സ്പിരിച്വൽ മച്യൂരിറ്റി. എന്തിനാ പൗലോസ് ഈ വചനമെടുത്ത് പ്രസംഗിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നത്, ഉപദേശിക്കുന്നത്? ഫോർ ദ സ്പിരിച്വൽ മച്യൂരിറ്റി. നീ എന്തിനാ എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെ കുറിച്ച് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ കൊലോസ്യ വിശ്വാസികളോട് പറയാണ്, എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നുണ്ടെന്ന്. എന്തിന് എപ്പഫ്രാസ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? മതി, നിങ്ങൾ തികഞ്ഞവരും. അപ്പൊ അവിടെ എപ്പഫ്രാസ് കൊലോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എപ്പഫ്രാസിന്റെ ലക്ഷ്യം എന്താ? കൊലോസിലെ വിശ്വാസികൾ എങ്ങനെ നിൽക്കണം? They should become mature. അവർ പക്വതയുള്ളവരായി തീരണം, തികഞ്ഞവരായി തീരണം. ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ ആ തികവിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു വാക്ക് അതിന്റെ മുമ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നിലും കുറവില്ലാത്തവരും. അത് ഇതോട് ചേർത്ത് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടതാണ്. അപ്പൊ 3 കാര്യം ഇപ്പൊ ഞാൻ പറയും. എന്തിനാ തിരുവെഴുത്ത് തന്നത്? ഫോർ അവർ സ്പിരിച്വൽ മെച്യൂരിറ്റി. എന്തിനാ പൗലോസ് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്? ഫോർ ദ സ്പിരിച്വൽ മെച്യൂരിറ്റി. എന്തിനാ എപ്പഫ്രാസ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഫോർ ദ സ്പിരിച്വൽ മെച്യൂരിറ്റി. നീ എന്തിനാ ദൈവസഭയിൽ പല ശുശ്രൂഷകരെയും പല കൃപാവരങ്ങളെയും തന്നിട്ടുള്ളത്? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളൊന്ന് വായിക്കാം. അവിടെ ദൈവം സഭയിൽ തന്നിട്ടുള്ള ചില കൃപാവരങ്ങളെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ആ കൃപാവരങ്ങൾ ചില ശുശ്രൂഷകന്മാരാണ്. ആ ശുശ്രൂഷകന്മാരിലൂടെ നൽകപ്പെട്ടിട്ടുള്ള ശുശ്രൂഷകൾ കൃപാവരങ്ങളായിട്ട് പറയുക. ഒന്ന് വായിക്കാമോ? എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 12 and 13. മതി. അവിടെ ഉപയോഗിച്ചിട്ട് അതിന്റെ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? 4-ന്റെ അതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്ന് പറയാം. ദൈവം സഭയിൽ ഓരോരുത്തർക്ക് കൃപാവരങ്ങൾ കൊടുത്ത് ശുശ്രൂഷകൾക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇന്നില്ല, ഉണ്ടായിരുന്നു. അവരെ ദൈവസഭയുടെ അടിസ്ഥാന പണിക്ക് ഉപയോഗിച്ചു. എന്നാൽ ബാക്കി പറയുന്നവർ ഇന്നുണ്ട്, അല്ലേ? ഉപദേഷ്ടാക്കന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്. ഇങ്ങനെയുള്ളവരെയൊക്കെ ദൈവം കൃപാവരം കൊടുത്ത് സഭയിലാക്കി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ആ വാക്യത്തിൽ 12-13 വാക്യങ്ങൾ വായിച്ചപ്പോൾ അതിന്റെ ഇടയ്ക്കൊരു പ്രത്യേക വാക്ക് നിങ്ങൾ കണ്ടു കാണും. തികഞ്ഞ പുരുഷത്വം, അല്ലെ? തികഞ്ഞ പുരുഷത്വവും പ്രാപിക്കേണ്ടതിന്. അതോട് ചേർത്ത് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം.
എന്തിനാണ് സഭയിൽ മൂപ്പന്മാരെ ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാണ് ദൈവം ഉപദേഷ്ടകന്മാരെ സഭയിലാക്കി വെച്ചിരിക്കുന്നത്? എന്തിനാണ് ദൈവം സുവിശേഷകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്? ഇങ്ങനെയുള്ള ചില വ്യക്തികളെ സഭയ്ക്ക് ഗിഫ്റ്റായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അവിടെ പറയുക, സഭയോട് പറയുക, നിങ്ങളുടെ ആത്മീയ പക്വതയ്ക്ക് വേണ്ടിയാ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തികഞ്ഞ പുരുഷത്വം എന്ന. അതും ആ വാക്ക് ചില ഇംഗ്ലീഷ് വേർഷൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് മച്വർ മെൻഹുഡ് എന്ന. തികഞ്ഞ പുരുഷത്വം എന്നുള്ളതിന് പക്വത പ്രാപിച്ച പുരുഷൻ, ആ പുരുഷത്വത്തിന്റെ പക്വതയിൽ എത്തേണ്ടതിന് എന്ന വാക്ക ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? എന്തിനാ ദൈവം ഇങ്ങനെയുള്ളവരെയൊക്കെ സഭയിലാക്കി വെച്ചിരിക്കുന്നത്? എന്തിനാ ദൈവം കൃപാവരങ്ങൾ തന്നിട്ടുള്ളത്? എന്തിനാ ദൈവം ശുശ്രൂഷകന്മാരെ ദൈവസഭയ്ക്ക് തന്നിട്ടുള്ളത്? എന്തിനാ അവരിലൂടെ ചില ശുശ്രൂഷകൾ നടക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സഭ എങ്ങനെയെങ്കിലും ഒക്കെ മുമ്പോട്ട് പോകാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാണെന്ന് ആ വാക്യം പറയുന്നുണ്ട്. സഭയിലെ എല്ലാവരും എങ്ങനെ നിൽക്കണം? ആത്മീയമായി പക്വതയിൽ നിൽക്കണം. തികഞ്ഞ പുരുഷത്വം, ആ വാക്കല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. തികഞ്ഞ മച്വർ മെൻഹുഡ് എന്ന വാക്ക. തികഞ്ഞ പുരുഷത്വം, അത് പക്വതയെ സൂചിപ്പിക്കുന്നത്. ആ മച്വർ എന്ന വാക്ക് തന്നെയാണ് ചില ഇംഗ്ലീഷ് വേർഷൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ദൈവം എന്നെ ഒരു സുവിശേഷകനായിട്ട് ഈ സഭയിൽ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ശുശ്രൂഷകൾ കൊണ്ട് സഭയ്ക്ക് കിട്ടേണ്ടത് എന്താ? ആത്മീയ മെച്യൂരിറ്റിയാ കിട്ടേണ്ടത്, ആത്മീയ പക്വതയാ കിട്ടേണ്ടത്. അതുപോലെ എൽഡേഴ്സിനെ ദൈവം നമ്മുടെ സഭയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ശുശ്രൂഷകളിലൂടെ അവരിലൂടെ സഭയ്ക്ക് ലഭിക്കേണ്ടത് എന്താന്ന് ആ വാക്യം പറയുന്നു. തികഞ്ഞ പുരുഷത്വം പ്രാപിക്കാൻ വേണ്ടിയ, ഫോർ ദ സ്പിരിച്വൽ മെച്യൂരിറ്റി ഓഫ് ദ ചർച്ച്. അവൻ ദൈവം തന്റെ വചനം നമുക്ക് തന്നിട്ടുള്ള എന്തിനു വേണ്ടിയാ? ഞാനത് ഒന്നുകൂടെ ആവർത്തിക്കുക. എന്തിനാ ദൈവം തന്നെ ദൈവശ്വാസീയമായ തിരുവെഴുത്ത്, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും പ്രയോജനമുള്ള തിരുവെഴുത്ത് എന്തിനാ നമുക്ക് തന്നിരിക്കുന്നത്? ഫോർ അവർ സ്പിരിച്വൽ മെച്യൂരിറ്റി. എന്തിനാ പൗലോസിനെ പോലുള്ള ദൈവദാസന്മാർ ശുശ്രൂഷകൾ ചെയ്യുന്നത്? ഫോർ ദ സ്പിരിച്വൽ മെച്യൂരിറ്റി ഓഫ് ദ ബിലീവേഴ്സ്. എന്തിനാ എപ്പഫ്രാസിനെ പോലുള്ള ദൈവദാസന്മാർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഫോർ ദ സ്പിരിച്വൽ മെച്യൂരിറ്റി ഓഫ് ദ ബിലീവേഴ്സ് ഓഫ് ദ ചർച്ച്. എന്തിനാ ദൈവം ശുശ്രൂഷകന്മാരെ ദൈവസഭയ്ക്ക് ആക്കി വെച്ചിരിക്കുന്നത്? ഈസ് ഫോർ ദ സ്പിരിച്വൽ മെച്യൂരിറ്റി ഓഫ് ദ ചർച്ച്. എത്രയോ വാക്യങ്ങൾ, എത്രയോ ഭാഗങ്ങൾ തിരുവെഴുത്തിലുണ്ട്. അവിടെ എല്ലാം നമ്മെ ഉറപ്പിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? നമ്മൾ ആത്മീയമായി വളരുക എന്ന് പറഞ്ഞാൽ വെറുതെ വളരുകയല്ല, പിന്നെ എങ്ങനെ വളരണം? പ്രായത്തിനൊത്ത പക്വതയോടുകൂടി വളരണം. നമ്മളിപ്പം വായിച്ച ലേഖനങ്ങളെല്ലാം ആരോഗ്യ ലേഖനങ്ങളാണ്. തിമോത്തിയോസിന്റെ ലേഖനത്തില്, കൊലോസ്യ ലേഖനത്തില്, എഫേസ്യ ലേഖനത്തില് എല്ലാം ആത്മീയ പക്വതയിലേക്ക് വേണം വളരാൻ, പക്വതയിൽ വേണം വളരാൻ എന്നുള്ളത് പറയുകയും പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്തത് പൗലോസാ. പക്ഷേ ആ പൗലോസ് തന്നെ പറയുന്ന ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ ആ പൗലോസ് തന്നെ പറയുകയാണ്. പൗലോസ് അതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി, ഇപ്പോഴും ഞാൻ ഛേദമെന്നെണ്ണുന്നു. അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലവും ചവറെന്നെണ്ണുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് 12-ാം വാക്യം ഒന്ന് വായിച്ചു. മതി. പൗലോസ് ഇതെല്ലാം നമ്മെ പ്രബോധിപ്പിച്ചെങ്കിലും പൗലോസ് പറയുക, ഞാനെല്ലാം ചപ്പം തന്നെ, ഞാനെല്ലാം ചവറം തെണ്ണുന്നു. എന്നാലും ഞാൻ പറയട്ടെ, ഇതുവരെ ഞാനും തികഞ്ഞവനായില്ല. പൗലോസ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മൾ ഇതുവരെ ആത്മീയ പക്വതയുടെ എവിടെ എത്തി എന്നുള്ളത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ പടിപടിയായി ആ സ്പിരിച്വൽ മെച്യൂരിറ്റിയിൽ വളരുക എന്നുള്ളത് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അതേ സമയത്ത് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ചിലരങ്ങനെ പക്വത ഉണ്ടെന്ന് കരുതുന്നവരും ഉണ്ടെന്ന്. താഴോട്ടൊന്ന് വായിച്ചേ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ താഴോട്ടൊന്ന് വായിച്ചു. എന്ന് പറയാ, ഞാന് ഇപ്പോഴും തികഞ്ഞവനായിട്ടില്ല, ആ തികവിലേക്ക് ചെല്ലാമോ എന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മതി. അവിടെ പൗലോസ് എന്താ പറയുന്നത്? ഞാൻ തികഞ്ഞവനായിട്ടില്ല, ആ മച്യൂരിറ്റിയുടെ അളവിൽ ഞാൻ എത്തിയിട്ടില്ല.
പൗലോസ് ആത്മീയമായി വളരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും നല്ല ആത്മീയ വളർച്ച ഉണ്ടായിരുന്നു എന്ന് പറയും. കാരണം അത്രമാത്രം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു, എന്തുമാത്രം ശുശ്രൂഷകൾ ചെയ്തു. അതേ പൗലോസ് പറയുകയാണ്, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, ഇത്രയും ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ മച്ചുവർ ആയിട്ടില്ല, ഇപ്പോഴും ഞാൻ തികഞ്ഞവനായിട്ടില്ല. ഞാൻ അവിടോട്ടൊന്ന് ചെല്ലാമോ, അവിടെ ഒന്ന് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നേ ഉള്ളൂ എന്ന് പറയാൻ ഇപ്പോഴും എന്റെ ലക്ഷ്യം ആ മച്ചൂരിറ്റിയാ. എന്നിട്ട് അടുത്ത് പറയാം, നിങ്ങളിൽ തികഞ്ഞവരൊക്കെയും എന്ന് പറയാ പൗലോസ് ആ ലേഖനം എഴുതുമ്പോൾ, ഞാൻ തികഞ്ഞവനായിട്ടില്ല, നിങ്ങളുടെ ഇടയിൽ കുറെ തികഞ്ഞ നല്ല പക്വത 100% പക്വതയിൽ എത്തിയ ആത്മീയരുണ്ടെന്നാണോ പൗലോസ് പറയുന്നത്? അല്ല, പിന്നെ എന്താ പൗലോസ് അവിടെ പറയുന്നതിന്റെ അർത്ഥം? നിങ്ങളിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചോളാൻ എന്ന് പറഞ്ഞാൽ, തികഞ്ഞവരാണെന്ന് കരുതിയിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചോണം. തികഞ്ഞവരായിട്ടില്ലെന്ന്, ഒന്നും ആയിട്ടില്ലെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം തികഞ്ഞവരാണെന്ന് ചിന്തിക്കുന്നവരെവിടെ ഉണ്ടായിരുന്നു? ഏത് സഭയ്ക്ക് എഴുതിയേ? ഫിലിപ്പിയ സഭയ്ക്ക്. ഫിലിപ്പിയ സഭ എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭകളിൽ ഒരുവിധം നല്ലൊരു സഭയാണ്. കമ്പയർ ചെയ്താൽ കൊരിന്ത്യ സഭയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ നല്ലൊരു സഭയാണ്. അപ്പൊ അവിടെ കുറെ ആത്മീയ പക്വതയുള്ളവർ കാണും എന്ന് തോന്നാം. പൗലോസ് പറയാ, നിങ്ങളിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പോലും ഇതുവരെ തികഞ്ഞവനായിട്ടില്ല, പെർഫെക്റ്റ്ലി സ്പിരിച്വൽ മച്യൂരിറ്റിയിൽ ഞാൻ എത്തിയിട്ടില്ല. എന്നെ പോലെ നിങ്ങളും ചിന്തിക്കുക, ഇനി നിങ്ങൾ മച്യൂരിറ്റിയിൽ എത്താനുണ്ട്. എത്ര കാര്യമായിട്ടും ഗൗരവമായിട്ടുമാണ് പൗലോസ് ആ നിർദ്ദേശങ്ങൾ തരുന്നത്. പൗലോസ് പോലും പറയുക, എന്നെ പോലെ നിങ്ങളും ആത്മീയ പക്വതയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക എന്നാ പറയുന്നത്. ഇനി വേഗത്തിൽ 2-3 കാര്യങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ അടുത്ത സന്ദേശങ്ങൾ തരാമെന്ന് ഞാൻ കരുതുന്നു. ഈ സ്പിരിച്വൽ മച്യൂരിറ്റിക്ക് അല്ലെ ആത്മീയ പക്വതയ്ക്ക് നാം അറിയേണ്ട ഒരു 3 കാര്യം ഞാൻ ആശയം മാത്രം ഒന്ന് പറയാം. 1-ാം അധ്യായം തന്നെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, യാക്കോബ് 1:18. അതാണ് നമ്മുടെ വിഷയം. മതി. നിങ്ങള് ആത്മീയ പക്വതയിൽ വരണം, നിങ്ങൾ തികഞ്ഞവരാകണം എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങിയിട്ട് പറയുകയാണ്, ആത്മീയ പക്വതയിൽ പക്വതയിലേക്ക് പോകണമെങ്കിൽ ഫോർ ദ സ്പിരിച്വൽ മച്യൂരിറ്റി ആദ്യം നിങ്ങളിൽ ഒരു കാര്യം സംഭവിക്കണം. എന്താ സംഭവിക്കേണ്ടത്? അതില്ലേ പിന്നെ ഒരു പക്വത ഉണ്ടാകത്തില്ല. ഏതാ ആദ്യം സംഭവിക്കേണ്ടത്? വീണ്ടും ജനനം എന്ന കാര്യം സംഭവിക്കണം. അവൻ സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മീയ പക്വത എന്ന് പറയുന്നത് ആർക്കേ സാധിക്കൂ? വിശ്വാസികളോട് ആണോ ഈ പറയുന്നത്? വിശ്വാസികളോടാ ഈ പറയുന്നത്. അപ്പൊ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഒരുപക്ഷെ വിശ്വാസികൾ എന്ന ഭാവേന, തികഞ്ഞവരെന്ന ഭാവേന ഇരിക്കുന്നത് പോലെ വിശ്വാസികൾ എന്ന ഭാവേന പോകുന്നവരും ഒരുപക്ഷെ ഈ തികവിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കേൾക്കാൻ ഇരിക്കുമ്പോഴും അതിനകത്ത് ആരുണ്ടായിരിക്കാം? വീണ്ടും ജനന അനുഭവം ഇല്ലാത്തവർ. എന്നിട്ട് അതിന്റെ വിശദീകരണം തന്നിട്ടുണ്ട്. അത് എങ്ങനെ വീണ്ടും ജനിച്ചവരായിരിക്കണം? സത്യത്തിന്റെ വചനത്താൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആത്മീയ പക്വത വരണമെങ്കിൽ വചനത്താൽ വീണ്ടും ജനിച്ചവരായിരിക്കണം. എങ്ങനെയെങ്കിലും വീണ്ടും ജനിച്ചെന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നവരല്ല, പിന്നെ വചനത്താൽ വീണ്ടും ജനിച്ചവരായിരിക്കണം. അതാണ് പത്രോസിന്റെ ലേഖനത്തിൽ അല്പം കൂടെ വിശദീകരിച്ചിട്ടുള്ളത്. കിടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ വചനത്താൽ തന്നെ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം വീണ്ടും ജനനത്തിന് എന്ത് വേണം? നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. ഞങ്ങളൊക്കെ പോകുമ്പോൾ ചിലരൊക്കെ പറയും, ഞങ്ങളും വിശ്വാസത്തിലാണ്. അത് എത്ര നാളായി? ഞങ്ങൾക്ക് 5-6 വർഷമായിട്ട്. അതെങ്ങനെയാണ്? ചില അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ട്, അല്ലേ? ഞങ്ങൾ ഇങ്ങനെ രോഗികളായിട്ട് കിടന്ന സമയത്ത് ഒരു രക്ഷയില്ലാതെ വന്നു, ഇന്ന ദൈവദാസം വന്നു പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് സൗഖ്യം കിട്ടി. അന്ന് മുതൽ ഞങ്ങളും വിശ്വാസത്തിലാണ്. വീണ്ടും ജനിച്ചോ? അടുത്ത സ്റ്റെപ്പ് വേണേ സമ്മതിക്കും. ഏത്? സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടിട്ടുണ്ട്. ആത്മീയ പക്വതയിലേക്ക് വളരണമെങ്കിൽ ഇങ്ങനൊരു വ്യക്തി കാലങ്ങൾ ഇതിനകത്ത് തുടർന്നാലും ആത്മീയ പക്വത ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടുണ്ടാകത്തില്ല? അതിന്റെ ആദ്യ സ്റ്റെപ്പ് ജീവിതത്തിൽ നടന്നിട്ടില്ല. എനിക്കൊന്ന് ആത്മീയ പക്വതയെ കുറിച്ച് പറഞ്ഞ മറ്റു ചില വേദഭാഗങ്ങളിലൂടെ ആണെങ്കിലും ഈ ആശയം വളരെ വ്യക്തമായിട്ട്
ഇതിലും വിശദമായിട്ട് ബാബുചായൻ തന്നെ സന്ദേശത്തിൽ ഓർപ്പിച്ചിരുന്നു അല്ലെ. രക്ഷിക്കപ്പെടുക എന്നുള്ള സന്ദേശം ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ആശയം അങ്ങനെ മാത്രം അവിടെ നിർത്തുക. ആത്മീയ പക്വതയോടുകൂടി ദൈവസഭ വളരണമെങ്കിൽ ആ സഭയിലുള്ളവർ എങ്ങനെയുള്ളവരായിരിക്കണം? ആദ്യപടി എന്ന് പറയുന്നത് അവര് വീണ്ടും ജനിച്ചവരായിരിക്കണം. അതും എങ്ങനെ ജനിച്ചവരായിരിക്കണം? വചനത്താൽ വീണ്ടും ജനന അനുഭവം പ്രാപിച്ചവരായിരിക്കണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിച്ചു. 1-ാം അധ്യായം 22-ാം വാക്യം, യാക്കോബിന്റെ ലേഖനം തന്നെ. താഴോട്ട് വായിച്ചു അല്പം കൂടെ. കേൾക്കുന്നവരെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവർ തന്നെ സ്വാഭാവികമായി കർത്താവിനെ നോക്കുന്ന ആളോട് മതി. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചു. ഒന്ന്, വചനത്താൽ വീണ്ടും ജനിച്ചവനായിരിക്കണം ആ തികഞ്ഞ അനുഭവത്തിലേക്ക് പോകണമെങ്കിൽ. 2, അടുത്ത സ്റ്റെപ്പ് പറയാണ് വചനത്തിൽ നോക്കുന്നവരായിരിക്കണം. അതല്ലേ അവിടുത്തെ വിഷയം. പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞു വന്നിട്ട് ഒരു ദൃഷ്ടാന്തം നോക്കിയെടുത്ത് ഉപയോഗിച്ച് പറയുക. ഒരുത്തൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടി നോക്കും, പക്ഷെ നോക്കിയാൽ അങ്ങോട്ട് മാറുമ്പം മറന്നു പോകും. എന്തിനാ നമ്മളൊക്കെ കൂടെ കണ്ണാടി നോക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ മുഖം കാണാൻ പറ്റുമോ? അവരവരുടെ മുഖം കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മറ്റു പല അവയവങ്ങളും നമുക്ക് കാണാം, പക്ഷെ എന്ത് കാണാൻ പറ്റത്തില്ല. ഇനി ഇത് കാണണമെങ്കിലുള്ള മാർഗം എന്നാണ്? ഇപ്പം പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ മുഖം കാണണമെങ്കിലുള്ള മാർഗം എന്താണ്? കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കണം. എന്തിനാ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത്? നമ്മുടെ മുഖം എങ്ങനെ ഉണ്ടെന്ന് കാണണം. കണ്ടിട്ട് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, മേക്കപ്പ് ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെളി വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. നമ്മുടെ മുഖത്തെ അഴുക്കുമൊക്കെ കണ്ട് പരിഹാരം വരുത്താൻ വേണ്ടിയാ കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കുന്നത്. ദൈവജനത്തെ കണ്ണാടിയോടാ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വേറൊരു ഭാഗത്തുമുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും കണ്ണാടിയോട് സാദൃശ്യപ്പെടുത്തി ദൈവജനത്തെ പറയുന്നുണ്ട് അല്ലെ. അംശമായി മാത്രം അറിയുന്നു, അംശമായി പ്രവചിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും കണ്ണാടിയോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഇപ്പൊ എടുക്കുന്നില്ല. എന്നാൽ ഇത് പറയട്ടെ, ഇവിടെ പറയുകയാണ്, എന്തിനാ നിങ്ങൾ കണ്ണാടിയെ ആശ്രയിക്കുന്നത്? നിങ്ങളുടെ സ്വാഭാവിക മുഖം കാണാൻ വേണ്ടി കണ്ണാടിയെ ആശ്രയിക്കുന്നു. ഇത് കണ്ടിട്ട് മാറിപ്പോകുമ്പോൾ പെട്ടെന്ന് മറന്നു പോകുന്നു. അത് സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മൾ സമ്മതിക്കത്തില്ലെങ്കിലും നമ്മുടെ മുഖത്തിന്റെ ഷേപ്പോ കാര്യമൊക്കെ കണ്ണാടി നോക്കിയാലേ നമുക്കറിയാവുള്ളൂ. നേരിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ മറന്നു പോകും. അതുകൊണ്ടാണ് പിന്നെ കണ്ണാടിയിലൊക്കെ നോക്കുന്നത്. ദൈവവചനം നോക്കുമ്പോൾ എങ്ങനെ നോക്കണം? കണ്ണാടിയിൽ സ്വാഭാവിക മുഖം നോക്കി മറന്നു പോകുന്നത് പോലെ നോക്കുകയല്ല. പിന്നെ എങ്ങനെ നോക്കണമെന്ന് ഞാൻ ആ ഭാഗത്തുനിന്ന് തന്നെ ഒരു 3-4 വാക്കുകൾ എന്ന് ഓർമ്മ. 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. 1-ന്റെ 21. വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക. 22-ാം വാക്യം. വചനം അനുസരിക്കുക. 25-ാം വാക്യം. വചനം ഉറ്റു നോക്കുക. 25-ാം വാക്യം തന്നെ താഴോട്ട്. വചനം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ. 4 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്. 1, വചനം കൈക്കൊള്ളണം. 2, വചനം അനുസരിക്കണം. 3, വചനം ഉറ്റുനോക്കണം. 4, വചനത്തിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ണാടിയോട് സാദൃശ്യപ്പെടുത്തിയിട്ട് പറയാണ്. അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, വെറുതെ നോക്കുന്നവരായിരിക്കരുതെന്ന് അല്ലേ. 21-ാം വാക്യം ഒന്ന് വായിച്ചു. 23-ാം വാക്യം. ആ 22-ാം വാക്യം ഒന്ന് വായിച്ചു. ഓക്കെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല. തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ. ആ വാക്ക് ഉറ്റുനോക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? വചനം എങ്ങനെ നോക്കണമെന്നാ. 23-ാം വാക്യം.
ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന ആയിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? അടുത്ത വാക്യത്തിൽ പറയാം എങ്ങനെ വേണം നോക്കാൻ. ഉറ്റു നോക്കണം. ഇവൻ എങ്ങനെ നോക്കിയിട്ടുള്ളൂ? ഒന്ന് ഓടിച്ചു പോയി നോക്കിയിട്ടാണ് പോയതേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പറയട്ടെ, ദൈവവചനത്തിന്റെ മുമ്പിൽ വെറുതെ നോക്കുന്നവരല്ല, ഉറ്റു നോക്കുന്നവരായിരിക്കണം. ഈ വചനത്തിൽ ഉറ്റു നോക്കിയാൽ എന്ത് കാണുമെന്ന് അവിടെ പറയുന്നത്? ആത്മീയ പക്വതയ്ക്കുള്ള പടിയാണ് ഇവിടെ പറയുന്നത്. ഈ വചനത്തിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ സ്വാഭാവിക മുഖം കാണാം. അത് വെറുതെ നോക്കിയിട്ട് പോകരുത്, ഉറ്റു നോക്കണം, കൈക്കൊള്ളണം, നിലനിൽക്കണം. അതേക്കുറിച്ച് 3-4 കൂട്ടം കാര്യങ്ങൾ ഇപ്പൊ ഞാനിവിടെ ഓർപ്പിച്ചു. ഉറ്റു നോക്കണം, അത് അനുസരിക്കണം. ഇതെല്ലാം അതിനോട് ബന്ധപ്പെട്ട പ്രയോഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയ പക്വതയ്ക്കുള്ള രണ്ടാമത്തെ പടി, 1 വചനത്താൽ വീണ്ടും ജനിക്കണം, 2 വചനത്തിലൂടെ നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരായിരിക്കണം. വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിലിരുന്ന് നമ്മെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. നമ്മെ തന്നെ കാണുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുഖം വചനത്തിലൂടെ നോക്കണം. എൻ്റെ മുഖത്ത് അഴുക്കുണ്ടോ? എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടോ? എന്നിൽ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനായിട്ടുണ്ടോ? ഇത് ഈ കണ്ണാടിയുടെ മുമ്പിലിരുന്ന് എങ്ങനെ നോക്കണം? വെറുതെ നോക്കുകയല്ല, നോക്കിയിട്ട് ഉടനെ മറന്നു പോകുന്നവരെ പോലല്ല, അല്ലേ? ഇപ്പൊ ഞാൻ ഇതെല്ലാം പറയുമ്പോ ഈ വചനത്തില് കണ്ണാടിയിലൂടെ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച ചോദിച്ചാലോ, അല്ല ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാലോ, തീർന്നു, അവിടെ കൊണ്ട് തീർന്നു. അത് ഉറ്റു നോക്കി കുറവുകൾ കണ്ടുപിടിച്ച് പരിഹരിക്കാൻ നമുക്ക് കഴിയുക. 1 ആത്മീയ പക്വതയ്ക്ക് വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കണം. 2 ആത്മീയ പക്വതയ്ക്ക് വചനത്തിൽ ഉറ്റുനോക്കി നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കാനും പരിഹരിക്കാനും നമുക്ക് കഴിയണം. ഞാൻ അടുത്ത ആശയം മാത്രം പറഞ്ഞ് 3-ാമത്തെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ഇതിന്റെ ആദ്യ ഭാഗത്ത് തികഞ്ഞവരായിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ പരീക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടാ 2-ാം വാക്യം, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നുണ്ടുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തോട് ബന്ധപ്പെട്ട തികഞ്ഞു വരണമെന്ന് അവിടെ പറയുന്നത്? പരീക്ഷയും പരിശോധനയും വരുമ്പോഴാണ്. പരീക്ഷയും പരിശോധനയും വരുമ്പോൾ അതിനെ നേരിടുന്ന കാര്യത്തില നിങ്ങൾ തികഞ്ഞവരായിരിക്കണം. അവിടുത്തെ വിഷയം എന്താണെന്നറിയാമോ? നല്ല ആത്മീയ പക്വതയിലോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? പരീക്ഷ ആവശ്യമാണ്. പക്ഷെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം? അടുത്ത വാക്യമാണ് പറയുന്നത്, 5-ാം വാക്യം, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. അതേതായി ജ്ഞാനം? ഇവിടെ ഈ പരീക്ഷയെക്കുറിച്ചും ആത്മീയ പക്വതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയുക, നിങ്ങൾ ജ്ഞാനം കുറവാകുന്നെങ്കിൽ. ഈ വാക്യം നമ്മൾ പഠിക്കാൻ അല്പം മോശമായ പിള്ളേരെ കാണുമ്പോൾ പറയും, ജ്ഞാനം കുറവാണ്, പ്രാർത്ഥിച്ചാൽ മതി, അല്ലേ? ദൈവം അത് തന്നോളും. ശരിയാ, ദൈവം അത് തരും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ജ്ഞാനം കുറവായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ജ്ഞാനത്തെ കുറിച്ചാണെന്നറിയാമോ? പരീക്ഷകൾ ജീവിതത്തിൽ നേരിടുമ്പോൾ അതിന്റെ പിന്നിൽ എന്നെ ആത്മീയ പക്വതയിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ ചില ഉദ്ദേശങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാൻ പാടില്ലെങ്കിൽ ആ ജ്ഞാനത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ്. അതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. അല്ലാതെ സയൻസിനെ കുറിച്ചുള്ള അറിവ് കുറവാണെങ്കിൽ പ്രാർത്ഥിച്ചോളാനല്ല. പ്രാർത്ഥിച്ചോ, അത് നല്ലതാണ്. ലോകപ്രകാരമുള്ള അറിവ് കുറവാണെങ്കിൽ ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളാനല്ല. പിന്നെ അവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പരീക്ഷ നേരിടുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്നെ ആത്മീയ മച്യൂരിറ്റിയിലേക്ക് വളർത്താൻ വേണ്ടി ദൈവം തന്നതാ. എന്താ ഉദ്ദേശം എന്നുള്ളത് അറിയത്തില്ലെങ്കിൽ ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഔദാര്യമായി തരുമെന്ന് പറഞ്ഞാൽ അതിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി തരും. ആത്മീയ പക്വതയിലേക്ക് പോകാൻ എന്താ വേണ്ടത്? പരീക്ഷകൾ നേരിടുമ്പോൾ അതിന്റെ ദൈവിക ഉദ്ദേശം എന്താണെന്ന് പ്രാർത്ഥിച്ച് മനസ്സിലാക്കുക. ഇതൊരു മുഖവര പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആത്മീയ പക്വത എന്ന വിഷയമാണ് യാക്കോബിന്റെ ലേഖനത്തിലൂടെ തരുന്ന പ്രബോധനം. തുടർഅധ്യായങ്ങളിൽ ഓരോരോ വിഷയങ്ങൾ അല്പം കൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ആത്മീയ വളർച്ച ആത്മീയ പക്വതയോടുകൂടിയുള്ള വളർച്ചയായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടും.